ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. കൂട്ടുകറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. സദ്യയിലൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കടലപ്പരിപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വെക്കുക. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആണ്. ചേന വേണം, പിന്നെ കായ വേണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ കായ തൊലിയോട് കൂടിയിട്ടല്ല കേട്ടോ ഇടേണ്ടത്. തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, മഞ്ഞൾപ്പൊടി ഇടുക, ഉപ്പിടുക. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വയ്ക്കുക. അധികം വെന്ത് ഉടയാനൊന്നും പാടില്ല. കറക്റ്റ് വേവിൽ തന്നെ നമ്മളത് എടുക്കാം. ഇനി അടുത്തത് ചേനയാണ് കേട്ടോ. ചേന കായ അരിഞ്ഞതുപോലെ തന്നെ അതേപോലത്തെ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. എന്നിട്ട് അതും കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കണം. ഇത് കായും ചേനയും കൂടി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ ചേനയ്ക്ക് കുറച്ച് വേവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ രണ്ടും സെയിം ആവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കഷ്ണം ഉടഞ്ഞു പോവും. പക്ഷെ ഇതിങ്ങനെ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കറി. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് വേവിക്കുന്നത്. അങ്ങനെ ഈ പാത്രത്തിൽ കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചേനയും കായയും ചേർത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് പോരെങ്കിൽ ഉപ്പ്, പിന്നെ മുളക് പൊടി അതും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അങ്ങനെ ഡ്രൈ ആയിട്ട് വരണം കേട്ടോ അത്. അങ്ങനെ അതവിടെ ഇരുന്നാവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ജീരകം ചതച്ചെടുക്കാം. കുറച്ച് ജീരകം നമ്മൾ ചതച്ചെടുത്ത് വയ്ക്കുക. അങ്ങനെ ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ചധികം നാളികേരം ചിരവിയതെടുത്തിട്ട് അതിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ല ഗോൾഡൻ കളർ പോലെയാക്കി മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ നാളികേരം നന്നായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ജീരകം ചേർക്കുക. നല്ല ജീരകമാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആ ജീരകത്തിൻ്റെ ആ സ്മെല്ലൊക്കെ വരുന്ന ആ പരുവം വരെ നമ്മളത് ഇളക്കി കൊടുക്കണം. അങ്ങനെ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഒരു മധുരമാണല്ലോ ഈ കറി, ആവശ്യത്തിന് പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർക്കാറുള്ളത്. അപ്പോൾ ഒരു 2.5 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ശർക്കര ഇഷ്ടമുള്ളവർക്ക് ശർക്കര ചേർക്കാം കേട്ടോ. ഞാൻ പഞ്ചസാരയാണ് ചേർക്കാറുള്ളത്. അങ്ങനെ പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായി ഇളക്കി അത് ചൂടാറുമ്പോൾ മിക്സിയിലൊന്ന് കറക്കിയെടുക്കുക. നന്നായിട്ട് പൊടിയാനൊന്നും പാടില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ പൊടിച്ചെടുക്കുക. എന്നിട്ട് നമ്മളുടെ ഈ കറിയിലേക്ക് അത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് മധുരം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ നമ്മൾ മധുരം ചേർക്കാം ആവശ്യത്തിന്. അങ്ങനെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക്, വറ്റൽമുളക്, വേപ്പില അത് നമുക്കതിലേക്ക് കാച്ചി ഒഴിക്കാം. അപ്പോൾ സദ്യയിലെ കൂട്ടുകറി ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് വരാറ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വേറെ വീഡിയോയിൽ കാണാം. ബൈ.